എല്ലാരും കൂടി ചേർന്ന് പഞ്ചായത്ത് ഭരണം ഇങ്ങോട്ട് ഏൽപ്പിച്ചോളൂ, എല്ലാം ചെയ്യുമെന്നൊന്നും പറയുന്നില്ല, പറ്റിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇന്ന് വരെ ആരും ചെയ്യാത്തതും ചെയ്തു തരാം. ഒരു സാമ്പിൾ നോക്കട്ടെ. പാലക്കാട് വാളയാറിൽ ബംഗ്ലാദേശി എന്നാരോപിച്ച് ആൾക്കൂട്ടം വർദ്ധിച്ചു കൊലപ്പെടുത്തിയ കേസിൽ BJP RSS പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായത്. രാംനാരായണനെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കേസിൽ ഇതുവരെ 5 പേരാണ് പിടിയിലായത്. സംഭവത്തിൽ പങ്കുള്ള പലരും നാടുവിട്ടതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്, നിങ്ങൾ പത്രക്കാരുടെ സൃഷ്ടി. ഒരു അവസരം തന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. വികസിത തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് അതിനുവേണ്ടി അധ്വാനിക്കും. നന്നായിട്ടുണ്ട്. ഈ കോപ്രായം കാണിക്കാനോടോ താൻ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയത്? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? അതിനപ്പുറം ഒന്നും പറയാനില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന രാഷ്ട്രീയം, അതിലെല്ലാവരും മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ആവശ്യം. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. അതിനുവേണ്ടി വികസിത കേരളം, വികസിത ഓച്ചിറ, വികസിത കൊല്ലം, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഞങ്ങൾ രാഷ്ട്രം പഠിപ്പിച്ചത് നരേന്ദ്രമോദിജിയാണ്. എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം എന്ത് ചെയ്ത് കാണിച്ചു എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു വികസനം ഇവിടെയും വരണം. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ രാജീവ്ജി പറഞ്ഞിരിക്കുന്ന ആ ഒരു വികസനം, നരേന്ദ്രമോദി കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു വികസനം ഞങ്ങൾ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യവുമായി BMS. എല്ലാവരും കൂടി ഈ കുടുംബം കൊളാക്കുന്ന തോന്നണേ. തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് നാളെയാണ് ആഘോഷം. ഇത് സംബന്ധിച്ച് സംഘടനാ ഡയറക്ടർക്ക് BMS കത്ത് നൽകിയിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കരോള് ഗാനം ആലപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഗണഗീതവും കൂടെ ആലപിക്കണമെന്ന് സംഘം, വെറും സംഘമല്ല, നമ്മുടെ മസ്തൂർ സംഘം BMS അവര് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇത് കാണുന്ന തൃശ്ശൂരുകാർ ചിലപ്പോ ഉണ്ടല്ലോ വാ ഒത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ടാവും. ഗംഗമായി ഇനി ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളി കുറുപ്പ് കലക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ ചെത്തകളെ ഒതുക്കി നിർത്തണം.